ഏച്ചൂർ കോട്ടം ശിവക്ഷേത്രത്തിൽ തിരുവാതിര ഊട്ടിനോടനുബന്ധിച്ച് നടത്തിയ മെഗാ തിരുവാതിര ശ്രദ്ധേയമായി. താളം കണ്ണൂരിന്റെ 60ഓളം കലാകാരികൾ മെഗാ തിരുവാതിരയിൽ പങ്കെടുത്തു. പാരമ്പര്യ തിരുവാതിരയെ സ്നേഹിക്കുന്നവർ തിരുവാതിരക്കളിക്ക് പ്രോത്സാഹനം നൽകുന്നതിനായി രൂപീകരിച്ച തിരുവാതിരക്കളിയുടെ സംഘടനയായ താളം കണ്ണൂരിന്റെ 60ഓളം കലാകാരികളാണ് ഏച്ചൂർ കോട്ടം ശിവക്ഷേത്രത്തിൽ തിരുവാതിര ഊട്ടിനോടനുബന്ധിച്ച് നടത്തിയ മെഗാ തിരുവാതിരയിൽ അണിനിരന്നത്. പരിശീലകൻ അനിൽ കെ ഗോപിനാഥാണ് തിരുവാതിര അണിയിച്ചൊരുക്കിയത്. ഏച്ചൂർ കോട്ടം ശിവക്ഷേത്രത്തിൽ മെഗാ തിരുവാതിര അവതരിപ്പിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് താളം കണ്ണൂരിന്റെ പ്രസിഡന്റ് CM പ്രസീത പറഞ്ഞു. പാരമ്പര്യ തിരുവാതിരയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ആഗോള തലത്തിൽ രൂപീകരിച്ച ഒരു സംഘടനയാണ് താളം. ഈ താളം കേരളത്തിലെ 14 ജില്ലകളിലും വിവിധ സംസ്ഥാനങ്ങളിലും താളത്തിൻ്റെ പ്രവർത്തനം ഉണ്ട്. അതിലെ ഒരു ഭാഗം തന്നെയാണ് താളം കണ്ണൂരും. നമ്മുടെ ഈ കൂട്ടായ്മയിൽ 100-ലധികം അംഗങ്ങളുണ്ട്. കണ്ണൂർ ഒരു സ്ഥലത്ത് മാത്രമല്ല, പല പ്രദേശങ്ങളിലുള്ളവരാണ് നമ്മുടെ ഈ കൂട്ടായ്മയിലുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ തിരുവാതിരക്കളി മത്സരമായ ജീവകല അഖില കേരള തിരുവാതിരക്കളി മത്സരത്തിൽ 2024 താളം ടീമിനാണ് 1ാം സ്ഥാനം ലഭിച്ചത്. 11 പേരടങ്ങുന്ന എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ് താളത്തിന്റെ നിയന്ത്രണമെന്നും പരിശീലകൻ അനിൽ കെ ഗോപിനാഥ് പറഞ്ഞു. ഇന്ന് കേരളത്തിൽ എല്ലാ ജില്ലകളിലും കേരളത്തിന് പുറത്തും താളം വളരെ ഗംഭീരമായി പ്രവർത്തനം നടത്തുന്നുണ്ട്. കണ്ണൂർ ജില്ല അതിലുപരി ഈ കേരളത്തിലെ ഒരു 8 ജില്ലകളിൽ പങ്കെടുത്ത് അഖില കേരള തിരുവാതിരക്കളി മത്സരത്തിൽ പങ്കെടുത്ത് 1ാം സ്ഥാനം നേടുകയും താളത്തിൻ്റെ പേര് എത്രമാത്രം ഉയർത്തിപ്പിടിക്കാമോ ആ ഒരു തരത്തിൽ എത്തിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചക്കരക്കൽ.